ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ അപവാദങ്ങൾ കേൾക്കാത്തവരായിട്ട് ആരുമില്ല. എത്ര നല്ല മനുഷ്യനെയും ദുഷിച്ചു കാണുക സ്വാഭാവികമാണ്. എന്നാൽ ഏത് ദുഷിച്ച വ്യക്തിയിലും നല്ല ഗുണങ്ങൾ വാഴ്ത്താറുണ്ട്. എന്നാൽ നാം എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും നമ്മെ മറ്റുള്ളവർ ദുഷിച്ചാണ് പറയുന്നതെങ്കിൽ അതിൽ നാം ഒരിക്കലും വിഷാദിക്കേണ്ട ആവശ്യമില്ല. ഒരു പൊന്നിൻ്റെ കഷണത്തെ പിച്ചള എന്നൊരാൾ പറഞ്ഞാൽ അതൊരിക്കലും പിച്ചളയായി തീരുകയില്ല, അത് പൊന്നായി തന്നെ നിൽക്കും. നാം നന്മയാണ് ചെയ്തതെങ്കിൽ ആ നന്മയെ മറ്റുള്ളവർ തിന്മയായി കാണുന്നുവെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ്. അതിൽ അങ്ങനെ നമ്മൾ അത് കാണാവൂ. അതിനാൽ ഒരു കവി ഇതിനെക്കുറിച്ച് പറഞ്ഞത് കേൾക്കൂ. പൊന്നിനെ പിച്ചള എന്നു ചൊന്നാൽ വന്നിടാ മാറ്റിനു ഹാനി തെല്ലും. നിന്നെ ദുഷിച്ചാൽ നിനക്കും കുറവില്ല ഒന്നും പറയാതെ നോക്കി നിൽക്കൂ. പൊന്നിനെ പിച്ചള എന്നു ചൊന്നാൽ വന്നിടാ മാറ്റിനു ഹാനി തെല്ലും. നിന്നെ ദുഷിച്ചാൽ നിനക്കും കുറവില്ല ഒന്നും പറയാതെ ശാന്തനാവൂ. നമ്മൾ ആക്രമിച്ചെതിർത്ത് മറ്റുള്ളവരോട് കയർക്കേണ്ട ആവശ്യമില്ല. ശാന്തിയോടുകൂടി വർത്തിക്കൂ. കാലം നമ്മുടെ സത്യത്തെ തെളിയിച്ചു തരും. അതുവരെ നാം ക്ഷമിച്ചിരിക്കുകയേ വേണ്ടതുള്ളൂ. പൊന്നിൻ്റെ ഒരു കഷ്ണം എന്നും പൊന്ന് തന്നെയാണ്. അതിനെ മറ്റൊരാൾ ഇരുമ്പെന്നോ അതുപോലെ വെള്ളിയെന്നോ പിച്ചളയെന്നോ ഒരാൾ എത്ര പറഞ്ഞാലും ആ സ്വർണത്തിൻ്റെ കഷ്ണം സ്വർണം തന്നെയായിരിക്കും. അതിവർ പറയുന്നത് കൊണ്ട് ഇരുമ്പാകാൻ പോകുന്നില്ല, പിച്ചളയാകാനും പോകുന്നില്ല. അതുപോലെ നാം നന്മ ചെയ്തവരാണെങ്കിൽ നമ്മുടെ നന്മയെ അവർ എത്ര തിന്മയായി ചിത്രീകരിച്ചാലും ഈ നന്മ ഒരിക്കലും തിന്മയായി ഭവിക്കുകയില്ല. അതിനാൽ നാം അതിൽ നിരാശപ്പെടേണ്ടതില്ല. അത് കേട്ട് സന്തോഷത്തോടു കൂടിയിരിക്കൂ. ഒന്നും പറയാതെ ശാന്തനാകൂ. ശാന്തിയോടുകൂടി അതിനെയും നമ്മൾ ശ്രവിക്കാൻ പഠിക്കുകയാണ് വേണ്ടത്. അപ്രകാരം എന്ത് വിപരീതമായ അനുഭവങ്ങൾ വന്നാലും അതിലൊന്നും കുടുങ്ങാതെ, മല പോലെ ആപത്ത് വന്നാലും മല പോലെ കുടുങ്ങാതിരിക്കണം. വലിയ വലിയ വിപത്തുകളും അപവാദങ്ങളും വന്നാലും അതിലൊന്നും നമ്മൾ തളരാതിരിക്കുകയാണ് വേണ്ടത്. അതിലൊന്നും നമ്മൾ ഉച്ചിപ്പോവരുത്. നാം നമ്മുടെ പ്രസന്നത ഒരിക്കലും നഷ്ടമാകാതെ നിലനിർത്തിക്കൊണ്ടേ ഇരിക്കണം. നേരെ മറിച്ചൊരു ചെറിയ അപവാദം കേൾക്കുമ്പോഴേക്കും ആത്മഹത്യ ചെയ്ത എത്രയോ വ്യക്തികളുണ്ട്. അതൊന്ന് ക്ഷമിക്കാൻ അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ അവർ ജീവിതം നഷ്ടപ്പെടുത്തുകയില്ലായിരുന്നു. ജീവിതം നഷ്ടപ്പെടുത്താനുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാണ്. ജീവിതം കൊണ്ട് പരമസത്യത്തെ അറിയാനുള്ളതാണ്. അതറിയുക എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയായിരിക്കണം നാം ഓരോ നിമിഷവും വിനിയോഗിക്കേണ്ടത്. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി തീരുകയുള്ളൂ.